ഹലോ എവരിവൺ. KWA ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിൻ്റെ ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തു. വളരെയധികം കാലമായിട്ട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമായിരുന്നു KWA ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 എക്സാം. എന്തായാലും ഫൈനലി PSC അതിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, ഡീറ്റെയിൽഡ് സിലബസ്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 244/2018 എക്സാം ഡേറ്റ് 2021 മെയ് 15 15/5/2021 PSC എക്സാം ഡേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നിലവിൽ നമ്മുടെ പ്രൊഫൈലിൽ ഈ പോസ്റ്റിലേക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. 11/3/2021 കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതായത് മാർച്ച് 11 കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. കൺഫർമേഷൻ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക. ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 2018 ഡിസംബറിലാണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം 86 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വളരെയധികം വേക്കൻസികൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ് KWA ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3. ഇതിന് മുന്നേ നോട്ടിഫിക്കേഷൻ വന്നത് 2011 ആ എക്സാമിൽ നിന്ന് 820 മുകളിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം വേക്കൻസികൾ ഉള്ളൊരു പോസ്റ്റാണ് ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 എക്സാം. നമുക്ക് എക്സാമിനേക്ക് ഇനിയും ഒരു 2.5 മാസത്തിലധികം സമയമുണ്ട്. കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്ത് പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 എക്സാം. ITI ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ ബേസിക് ക്വാളിഫിക്കേഷനാണ് ഈ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ. നമുക്ക് ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. ഈ എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസ് ITI ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കലിനെയും ITI ഡ്രാഫ്റ്റ് മാൻ സിവിലിനെയും ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സിലബസാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് നമുക്ക് മെക്കാനിക്കൽ പോർഷൻസും പഠിക്കാനുണ്ട്, സിവിൽ പോർഷൻസും പഠിക്കാനുണ്ട്. ഇനി ഈ സിലബസിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെക്കാനിക്കൽ പോർഷനിൽ വരുന്നത് ആദ്യത്തെ ടോപ്പിക്ക് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ മെക്കാനിക്കൽ. ITI ലെവലിൽ പഠിക്കുന്നതാണ്. ഇവിടെ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റം, അതുപോലെ ലെങ്ത്ത്, ഏരിയ, വോളിയം, മാസ്, ഇതുപോലെയുള്ള ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ് സിസ്റ്റംസ്, പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ ഏരിയ, വോളിയം കാൽക്കുലേഷൻ, സിംപ്സൺസ് റൂൾസ്, അതിൻ്റെ അപ്ലിക്കേഷൻ, ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇനി വരുന്ന അടുത്ത ടോപ്പിക്കാണ് മെഷീൻ ടൂൾസ്. ഇവിടെ വരുന്നത് ഡിഫറെൻറ്റ് മെഷീൻസ്, അതിൻ്റെ പാർട്ടുകൾ, അതായത് ലെയ്ത്ത്, ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, പ്ലാനിങ് മെഷീൻ, ഇതുപോലെയുള്ള വേരിയസ് മെഷീൻസും അതിൻ്റെ പാർട്ടുകൾ. ഇതിൽ നിന്നൊക്കെയുള്ള ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിന് ചോദിക്കാറ്. ഗ്രേഡ് 3 എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് പോകാറില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഇനി നെക്സ്റ്റ് സിലബസിൽ വരുന്ന ടോപ്പിക്കാണ് IC എഞ്ചിൻ, ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ. ഇവിടെ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻജിൻസിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ ബിയറിങ് മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിയറിങ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിയറിങ്, അതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് സിലബസ് പറഞ്ഞിരിക്കുന്നത് ബെൽറ്റ്, ഗിയർ ആൻഡ് ചെയിൻ ഡ്രൈവ്സ്. ഇവിടെ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബെൽറ്റ് മെറ്റീരിയൽസ്, ആ ബെൽറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതുപോലെയുള്ള കാര്യങ്ങളും. പിന്നെ ഇതിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഗിയർ മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗിയേഴ്സ്, ഗിയർ ട്രെയിൻസ്, വെലോസിറ്റി റേഷ്യോ, അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ ചെയിൻ ഡ്രൈവ്സ്, ടൈപ്പ് ഓഫ് ക്യാംസ് ഒക്കെയാണ് ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്നത്. ഇവിടെ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഇനി സിലബസ് കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് മെഷീൻ ഡ്രോയിങ്. ഇവിടെ വരുന്നത് സ്ക്രൂ ത്രെഡ്സ്, നോമൻക്ലേച്ചർ ഓഫ് സ്ക്രൂ ത്രെഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നട്ട്സ്, ബോൾട്ട്, വാഷേഴ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ്, ക്വാർട്ടർ ആൻഡ് പിൻ ജോയിൻറ്റ്സ്, റിവറ്റഡ് ജോയിൻറ്റ്, വെൽഡഡ് ജോയിൻറ്റ്, അതുപോലെയുള്ള ജോയിൻറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് പൈപ്പ് ജോയിൻറ്റ്, പൈപ്പ് ലേഔട്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലിമിറ്റ്, ഫിറ്റ്സ് ആൻഡ് ടോളറൻസ് എന്നുള്ള ടോപ്പിക്കും. അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഇനി സിലബസിൽ അടുത്ത വരുന്ന ടോപ്പിക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ബേസിക്സ്, അതിൻ്റെ ടൂൾസ്, ഡയമെൻഷനിങ്, സ്കെയിൽസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻസ്, പിന്നെ തിയറി ഓഫ് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ്, ലൈൻസ്, പ്ലെയിൻ, സോളിഡ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഒബ്ലീക്ക് പ്രൊജക്ഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്, ഇതുപോലെയുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇവിടെ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്.
നെക്സ്റ്റ് ടോപ്പിക്ക് കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇവിടെ വരുന്നത് നമ്മുടെ ബേസിക് കമ്പ്യൂട്ടർ നോളജും ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പിന്നെ ഓട്ടോകാഡ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് പാർട്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ നമുക്കറിയാവുന്ന MS ഓഫീസ് പോലെയുള്ള സിമ്പിളായിട്ടുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഓട്ടോകാഡ്. ഇവിടെ മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഓട്ടോകാഡ് എന്നാണ്. ഓട്ടോകാഡിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഡിഫറെൻറ്റ് കമാൻഡ്സ്, അതിൻ്റെ ഷോർട്ട് കട്ട് കീസ്, ആ കമാൻഡ്സിൻ്റെ ആപ്ലിക്കേഷൻസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, 3D മോഡലിംഗ്, 2D മോഡലിംഗ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓട്ടോകാഡിൽ നിന്ന് വരാം. ഓട്ടോകാഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ എക്സാമിൻ്റെ സിവിൽ ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതായത് ഡിഫറെൻറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബിൽഡിങ്, ഡിഫറെൻറ്റ് ടേംസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടേംസ്, ബ്രിക്ക് മെസൻട്രി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് RCC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ആർച്ചസ്, ഡോർ, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ്, റൂഫ്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതിൽ വരുന്ന ടോപ്പിക്ക് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, ഒരു സിമ്പിൾ ബിൽഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, പിന്നെ ഓരോ വർക്കിൻ്റെയും സ്പെസിഫിക്കേഷൻ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് സിലബസിൽ വരുന്നത് റോഡ്സിൻ്റെ അലൈൻമെൻറ്റ്, ക്ലാസിഫിക്കേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോഡ്സ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇറിഗേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് സിലബസ് കൊടുത്തിരിക്കുന്ന ടോപ്പിക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് സിവിൽ. നമ്മൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ മെക്കാനിക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സിവിലിൽ വരുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലും പഠിച്ച കാര്യങ്ങളാണ്. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഹുക്സ് ലോ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോഡ്സ് ആൻഡ് സപ്പോർട്ട്, അതുപോലെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് സ്ട്രെസ്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൽ വരുന്നത്. നെക്സ്റ്റ് സിലബസ് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് സർവേയിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ചെയിൻ സർവേയിങ്, കോമ്പസ് സർവേയിങ്, പ്ലെയിൻ ടേബിൾ സർവേയിങ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, പ്ലാനിമീറ്റർ, പാൻറ്റോഗ്രാഫ്, ഇതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകളും അതിൻ്റെ പാർട്ട്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മുടെ KWA ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിൻ്റെ സിലബസ് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ ഇത്രയാണ്. ഇനി ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ബുക്സ് ITI ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിൻ്റെയും ITI ഡ്രാഫ്റ്റ്മാൻ സിവിലിൻ്റെയും ബുക്കുകളാണ്. ഇതുകൂടാതെ ഈ ട്രേസർ ഓവർസിയർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ സിവിലിൻ്റെയും മെക്കാനിക്കലിൻ്റെയും ഡ്രാഫ്റ്റ്മാൻ പോസ്റ്റുകളിലെ മറ്റ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ NCVT പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ITI അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇത്രയൊക്കെ വർക്കൗട്ട് ചെയ്താൽ ഈ എക്സാമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാമിന് നമ്മുടെ മുന്നിലുള്ളത് 2.5 മാസത്തോളം സമയമാണ്. ഇനി അങ്ങോട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു.